ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കേട്ടോ. ഇതിൽ നമ്മൾ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും ആദ്യം മനസ്സിലെത്തുന്ന ഒരു പേര്, ഒരു സെലിബ്രിറ്റിയുടെ പേര് എന്ന് പറയുന്നത് ഐശ്വര്യ റായുടെ ആയിരിക്കും. ഓരോ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഓരോ വർഷം ഐശ്വര്യ റായ് പോകുമ്പോൾ അവരുടെ കോസ്റ്റ്യൂമിനെ കുറിച്ചിട്ട് ഒരുപാട് പുകഴ്ത്തി പറയാറുണ്ട്. അതേപോലെ നല്ല ഡിസൈൻഡ് അല്ലാത്ത ഒരു കോസ്റ്റ്യൂം, ഒരു ഗൗണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം അവർക്ക് വിമർശനങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഡിസൈനേഴ്സിൻ്റെയും വിദേശത്തുള്ള ഒരുപാട് പ്രശസ്തരായുള്ള ഡിസൈനേഴ്സിൻ്റെയൊക്കെ ഗൗൺസാണ് ഐശ്വര്യ റായ് ഇടാറ്. ഐശ്വര്യ റായ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് അത്തരത്തിലുള്ള ഗൗൺ തയ്യാറാക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഐശ്വര്യ റായ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെയൊക്കെ കോസ്റ്റ്യൂംസ് ക്യാനിൽ ഇട്ടിട്ടുണ്ട്. ഒരു തവണ ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഐശ്വര്യ റായ് ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇത്തവണത്തെ ക്യാനിൽ ഐശ്വര്യ റായ് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യ റായ് ഒരു വെള്ള സാരി എടുത്തിട്ടാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ റെഡ് കാർപ്പറ്റിൽ പോയിട്ടുള്ളത്. അത് മാത്രമല്ല, അവർ സിന്ദൂരം അണിഞ്ഞുകൊണ്ടാണ് റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് വൈറലാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള വാർ, അതിൻ്റെ ഓപ്പറേഷൻ്റെ പേരാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്തുണ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രത്തോട് തൻ്റെ എതിർപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യ റായ് സിന്ദൂരം ഇട്ടുകൊണ്ടാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പോയുള്ളത്. വിദേശത്തൊരു ഫിലിം ഫെസ്റ്റിവലിനോ മറ്റുള്ള എന്തൊരു പരിപാടിക്ക് പോകുമ്പോഴും ഇതുപോലെ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഐശ്വര്യ റായ് പോയിട്ടില്ല. അപ്പോൾ ഐശ്വര്യ റായ്ക്ക് ഈ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും എല്ലാവരുടെയും അറ്റൻഷൻ ഐശ്വര്യ റായിലേക്ക് വരും. ഐശ്വര്യ റായ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അറ്റയറിൽ പോയത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവരുടെ മനസ്സിലോട്ട് വരും. എന്താണ് ഈ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് ഉദ്ദേശിക്കുന്നതെന്നും അതിന് എത്രത്തോളം പവിത്രത ഉണ്ടെന്നും എല്ലാം ലോകം അറിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഐശ്വര്യ റായെ പോലെ ഇത്രയും ലോക പ്രശസ്തയായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഇത്തരത്തിൽ ഒരു അറ്റയറിൽ അവിടെ എത്തുന്നത്. അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് സെലിബ്രിറ്റികൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് സപ്പോർട്ട് കുറവായിരുന്നു സെലിബ്രിറ്റികളുടെ ഇടയിൽ നിന്ന്. പ്രത്യേകിച്ച് ബോളിവുഡ് ആക്ടേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെ ഒക്കെ അടുത്തു നിന്നും ഓപ്പറേഷൻ സിന്ദൂറിനൊരു സപ്പോർട്ട് ഇല്ലാത്ത രീതിയിലാണ് പലരും പെരുമാറിയെന്നൊക്കെ വരുന്നതിൻ്റെ ഇടയിലാണ് ഇത്രയും വലിയ ഒരു ബോളിവുഡ് സ്റ്റാർ ഇൻ്റർനാഷണൽ ലെവലിൽ പോയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ഒരു റൂമർ നിൽക്കുന്നുണ്ട്. തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള അഭിഷേക് ബച്ചനുമായിട്ട് പിരിയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരുപാട് റൂമേഴ്സ് വരുന്നതിന് ഇടയ്ക്കാണ് ഐശ്വര്യ റായ് ഞങ്ങളിപ്പോഴും പിരിഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും അഭിഷേക് ബച്ചൻ്റെ ഭാര്യയായി തന്നെ വളരെയധികം ചേർച്ചയോട് തന്നെ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെ എന്നുള്ള രീതിയിലാണ് ഈ സിന്ദൂരിട്ട്. ഐശ്വര്യ റായ് പോലെ തന്നെ ഒരുപാട് പ്രശസ്തരായ ഇന്ത്യൻസ് ഉണ്ട്. ഇപ്പോൾ പ്രിയങ്ക ചോപ്രയൊക്കെ ഐശ്വര്യയേക്കാൾ കൂടുതൽ ഫേമസ് ആണ്. അമേരിക്കയിലായാലും ലണ്ടനിലൊക്കെ ആണെങ്കിലും അവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു വിദേശിയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്സ് താരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്രിക്കറ്റിലൊക്കെയുള്ള ഒരുപാട് സ്പോർട്സ് താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കമൻറ്റ് ഒന്നും തന്നെ ഇതിനെ കുറിച്ചിട്ട് വന്നിട്ടില്ല. ആ സമയത്താണ് ഐശ്വര്യ റായ് ഇത്തരത്തിലൊരു സപ്പോർട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് നൽകിയിരിക്കുന്നതാണ്. വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ കൊന്ന് അവർ വിധവകളാക്കപ്പെട്ടു എന്നുള്ള ഒരു സംഭവം ഇന്ത്യയിൽ വന്നതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ ഐശ്വര്യ റായിൽ നിന്നും ഇത്രയും ശക്തമായിട്ട് പ്രതികരണം ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.